ഹായ് എവരി വൺ, ഹയർ മാത്തമാറ്റിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 2019 CSIR മാത്തമാറ്റിക്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ? ഫസ്റ്റ് വൺ, സിഗ്മ n from 1 to infinity -1 all raised to n by n does not converges. Second one, sigma n from 1 to infinity 1 by n convergent. Third one, sigma m from 1 to infinity sigma n from 1 to infinity 1 by m plus n whole square convergent. Fourth one, sigma m from 1 to infinity sigma n from 1 to infinity 1 by m plus n whole square divergent. ഓക്കെ, അതായത് നമ്മൾ 4 സീരീസ് തന്നിട്ടുണ്ട്. ഈ 4 സീരീസിൽ കൺവേർജൻ്റ് ഏതാണെന്നും അതുപോലെ ഡൈവേർജൻ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ അറിയാണ്ട് ഒരു സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ കുറേ ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ മാത്രം ഇവിടെ നമ്മൾ പറയാണ്. ഓക്കെ, അത് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പി സീരീസ് ടെസ്റ്റാണ്. പി സീരീസ് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതായത് സിഗ്മ n from 1 to infinity 1 by n raised to p, ഇത്തരം സീരീസിനെ നമ്മൾ പറഞ്ഞ പേരാണ് പി സീരീസ് എന്നുള്ളത്. ഇങ്ങനത്തെ സീരീസ് കൺവേർജൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ പി ഗ്രേറ്റർ ദാൻ 1 ആവണം. അതായത് ഒരു പി സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ പി ഗ്രേറ്റർ ദാൻ 1 ആവണം. ഡൈവർജൻസ് ആണ് ഇപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിയറം. അതായത് സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി 1 ബൈ n റൈസ് ടു പി കൺവേർജൻ്റ് ആണ് ഇപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1ലും. അതേപോലെ ഡൈവർജൻ്റ് ആണ് ഇപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ ടെസ്റ്റിനെ പറഞ്ഞ പേര് പി സീരീസ് ടെസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇത് ഫസ്റ്റ് ടെസ്റ്റാണ്. സെക്കൻഡ് വൺ പറഞ്ഞത് അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റാണ്. അത് അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടെസ്റ്റ് അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ്. അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി -1 ഓൾ റൈസ് ടു n ഇൻറ്റു an, ഇത്തരം ഒരു സീരീസ് കൺവേർജൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ an, ഒന്നാമത്തെ കണ്ടീഷൻ an ഗ്രേറ്റർ ദാൻ 0 ആവണം. an എന്താവണം? ഗ്രേറ്റർ ദാൻ 0 ആവണം. സെക്കൻഡ് വണ്ണ് an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 ആവണം. ദാറ്റ് ഈസ് ഡിക്രീസിങ് സീക്വൻസ് ആവണം. മൂന്നാമത്തെ പറഞ്ഞത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി anൻ്റെ വാല്യൂ എന്താവണം? 0 ആവണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി -1 ഓൾ റൈസ് ടു n ഇൻറ്റു an എന്നുള്ളത് എന്താണ്? കൺവേർജൻ്റ് ആണ്. ഇതാണ് അൾട്ടർനേറ്റീവ് സീരീസ്. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു സീരീസ് an ഉണ്ട്, ഒരു സീരീസ് an ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു സീരീസ്, അതായത് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണ് ഫോർ ഓൾ n. അതായത് സീരീസ് an ഉണ്ട്, അതേപോലെ തന്നെ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണ് ഫോർ ഓൾ n. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ bn ൻ്റെ വാല്യൂ ഒരു L കിട്ടുക, ലിമിറ്റ് ഒരു L കിട്ടുക. ആ എല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ
എൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ സീരീസ് ബി എൻ കൺവേർജൻ്റ് ആണെങ്കിൽ എ എന്നും എന്താണ് കൺവേർജൻ്റ് ആണ്. സീരീസ് ബി എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ എ എൻ എന്താണ് ഡൈവേർജൻ്റ് ആണ്. അതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സീരീസ് എ എൻ ഉണ്ട്, നമ്മളൊരു സീരീസ് എടുക്കുക, ഒരു സീക്വൻസ് എടുക്കുകയാണ് ബി എൻ എന്നുള്ളത്. ആ ബി എന്നിൻ്റെ പ്രത്യേകത ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എന്നിൻ്റെ വാല്യൂ നമുക്കൊരു എല്ല് കിട്ടും, ഒരു ലിമിറ്റ് കിട്ടുക. ആ ലിമിറ്റ് ഏതാകുക 0 ലെസ് ദാൻ എൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുവാണെങ്കിൽ ബി എൻ കൺവെർജൻ്റ് ആണെങ്കിൽ എ എന്നും കൺവെർജൻ്റ് ആണ്, ബി എൻ ഡൈവർജൻ്റ് ആണെങ്കിൽ എ എന്നും എന്താണ് ഡൈവർജൻ്റ് ആണ്. ഇനി തിരിച്ചും തന്നെ എ എൻ കൺവെർജൻ്റ് ആണെങ്കിൽ ബി എൻ എന്താണ് കൺവെർജൻ്റ് ആണ്. ഇനി എ എൻ ഡൈവർജൻ്റ് ആണെങ്കിൽ ബി എന്നും എന്താണ് ഡൈവർജൻ്റ് ആണ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എൻ സിഗ്മ എൻ ഫ്രം 1 ടു ഇൻഫിനിറ്റി -1 ഓൾ റേസ് ടു എൻ ബൈ എൻ ആണ്. അതായത് ഈ സീരീസ് നമ്മൾ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? അതായത് സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഓപ്ഷൻ നമ്പർ 1 കമ്പയർ ചെയ്യുമ്പോൾ എ എൻ എന്നുള്ളത് ആരാ? എ എൻ ഇസ് ഈക്വൽ ടു ഇവിടെ 1/n വരും. അൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് പറയാം, കാരണം ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ എൻ ആരാണ്? എ എൻ ഇസ് ഈക്വൽ ടു 1/n ആണ്. അതായത് എ എന്നുകളൊക്കെ എന്താണ് പോസിറ്റീവാണ് അല്ലേ? 1/nകളൊക്കെ എന്താണ് പോസിറ്റീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് നോക്ക്, A1 എന്താ വരിക? A1 ഇസ് ഈക്വൽ ടു 1 ആണ്. A2 എന്ത് വരും? A2 ഇസ് ഈക്വൽ ടു 1/2 വരും. A3 ആര് വരും? 1/3 വരും. അതായത് ഒക്കെ ചെറുതാണ് അല്ലേ? ഡിഗ്രീസ് സീക്വൻസാണ്. 1, 1/2, 1/3 അങ്ങനെ കുറഞ്ഞ് പോവാണ്. സോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷനായ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വാല്യൂ എന്താണ്? 0 ആണ്. സോ നമ്മൾ ഈ 3 കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സീരീസ് ടെസ്റ്റ് പ്രകാരം എന്താ പറഞ്ഞത്? ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് പ്രകാരം ഇത് 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണ സീരീസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് നോട്ട് കൺവേർജൻ്റ് എന്നാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ല. ഓക്കെ, സെക്കൻഡ് ടെസ്റ്റ് നോക്കുക. 1/sigma n ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/n കൺവേർജൻ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് പറഞ്ഞു, ഇതിനെ പി സീരീസ് ടെസ്റ്റ് എന്നാ പറയുക. ഈ പി സീരീസ് ടെസ്റ്റ് പ്രകാരം P = 1 ആണ്. P = 1 ആവുമ്പോൾ ഈ സീരീസ് എന്താ? ദാറ്റ് ഈസ് ഡൈവേർജൻ്റ് നമ്മൾ പറഞ്ഞത്. P > 1 ആവുമ്പോൾ മാത്രമേ ആരും വരുള്ളൂ കൺവേർജൻ്റ്. P < 1 ആകുമ്പോൾ ഈ സീരീസ് എന്താണ്? ഡൈവേർജൻ്റാണ്. പക്ഷെ ഇവിടെ തന്നത് 1/n എന്താണ് തന്നത്? കൺവേർജൻ്റ് എന്നാണ് തന്നത്. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി n ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/m+n ഹോൾ സ്ക്വയർ ആണ്. ഇത് കൺവേർജൻ്റ് ആണോ ഇത് ഡൈവേർജൻ്റ് ആണോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ നോക്കുക. നമ്മൾ ഡബിൾ സീരീസ് ആണിത്. അപ്പോൾ നോക്കുക, സിഗ്മ m ഫ്രം 1 ടു ഇൻഫിനിറ്റി സിഗ്മ n ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/m+n ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ആദ്യം നമ്മൾ n വാല്യൂ കൊടുക്കുക. n 1, 2, 3 എക്സെട്ര എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ m ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഓഫ് ആദ്യം n വാല്യൂ എടുക്കുന്നത്, അതായത് 1/m+1 ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് 1m+2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരിക. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ m ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/ ഇതിനെ തിരിച്ച് ചെയ്താൽ കേട്ടോ 1+m ഹോൾ സ്ക്വയർ. അതുപോലെ ഇതിന് തിരിച്ച് ചെയ്താണ് ദാറ്റ്സ് ബൈ 2+m² പ്ലസ് അടുത്ത ആര് വരും? 1/3+m ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് n എക്സ്പാൻഡ് ചെയ്താൽ വരിക.
ഇനി നമ്മൾ അടുത്ത എമ്മിന് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ എമ്മിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എമ്മിന് 1 കൊടുക്കുക. ആദ്യം ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുക. ഈ സിഗ്മ ഓരോ ഇതിന് സിഗ്മ കൊടുക്കണം, ഇതിന് സിഗ്മ കൊടുക്കണം, ഇതിന് സിഗ്മ കൊടുക്കണം, എക്സെട്ര ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് കൊടുക്കുമ്പോൾ എന്താ വരിക? അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിന് കൊടുക്കുമ്പോൾ 1/2² അല്ലേ? പിന്നെ അടുത്ത് ഇവിടെ വീണ്ടും എം കൊടുക്കുമ്പോൾ എമ്മിന് 1 കൊടുത്തു, പിന്നെ 2 കൊടുക്കുക. ഇവിടെ ദാറ്റ്സ് ഈക്വൽ ടു 1/3². അടുത്ത് ഇവിടെ തന്നെ എമ്മിന് 3 കൊടുക്കുമ്പോൾ 1/4² പ്ലസ് എക്സെട്ര. ഇതാണ് ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇനി ഇത് ഇവിടെ വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 1/3². അടുത്തത് 1/4² പ്ലസ് എക്സെട്ര എന്ന് വരും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇനി വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/4² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര എന്ന് വരും, പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സീരീസ് എന്നുള്ളത്. ഇനി നോക്കുക, ഇതൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1/2² എത്ര ഉള്ളത്? 1 ഉള്ളൂ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? 1/2². വേറെ എവിടെ നമ്മൾ 1/2² ഇല്ല. പ്ലസ് നോക്കുക, അടുത്ത നോക്കുക 1/3² എത്ര ഉണ്ട്? 1/3² ഇവിടെ ആകെ ഇവിടെ ഒരു 1/3² ഉണ്ട്, ഇതിലൊരു 1/3² ഉണ്ട്. അടുത്ത ടേമിൽ 1/3² ഉണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് പറയാൻ പറ്റും? അത് 2 പ്രാവശ്യം ഉള്ളൂ, 2/3² ആണ്. ഓക്കെ. പ്ലസ് അടുത്തത് 1/4² എത്ര ഉണ്ടാവും? 1/4² ഇവിടെ ഒന്നുണ്ടാവും, ഈ ടേമിലുണ്ടാവും, മൂന്നാമത്തെ ടേമിലുണ്ടാവും. അതായത് 3 സിഗ്മയിലും ആരുണ്ടാവും? 1/4² ഉണ്ടാവും. സോ അതായത് 3/4², 3 ടേം ഉണ്ടാവും. അടുത്ത ആൾ എത്ര ഉണ്ടാവും? 4/5² ഉണ്ടാവും പ്ലസ് എക്സെട്ര. ഇതാണ് അല്ലേ? നോക്ക്, ഇതിന് സീരീസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? സിഗ്മ n ഫ്രം 1 to ഇൻഫിനിറ്റി n/n+1² ആണ്. n/n+1² ആണ് നമ്മൾ ഈ സീരീസ് എന്നുള്ളത്. അതൊന്ന് സിഗ്മ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ നോക്ക്, ഞാനിവിടെ ഇതാണ് നമ്മളെ ഇവിടുത്തെ an ആരാണ്? ഇവിടെ an = ആരാണ്? n/n+1² നമ്മളിവിടെ bn ചൂസ് ചെയ്യണത്. ലെറ്റ് നമ്മളൊരു bn എന്നുള്ള സീക്വൻസ് നമ്മൾ ചൂസ് ചെയ്യാണ്. ലെറ്റ് bn = ഞാൻ 1/n ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bnൻ്റെ വാല്യൂ എന്താ വരിക? n/bn എന്ന് പറയുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുമ്പോൾ ഈ n റെസിപ്രോക്കലായി ന്യൂമറേറ്റർക്ക് പോയിട്ട് എന്ത് വരും? n²/n+1² വരും. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻസർ നമ്മൾ n² എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. 1 എന്താണ്? 0, 1 <∞ ആണ് അല്ലേ? ഇതിൻ്റെ ആൻസർ 1 വരും. ഈ 1 വരുമ്പോൾ ഇത് ഏതിൻ്റെ ഉള്ളിലാണ്? അതായത് നമ്മളെ ഈ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം 0ൻ്റെയും ഇൻഫിനിറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ 1 കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ bn കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ an എന്താണ്? കൺവേർജൻ്റ് ആണ്. ഇനി സിഗ്മ bn ഡൈവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ an എന്താണ്? ഡൈവേർജൻ്റ് ആണ്. നോക്കിപ്പോൾ നമ്മൾ bn എടുത്തത് 1/n ആണ്. അപ്പോൾ നമ്മളെ സിഗ്മ bn ആരെ വരിക? സിഗ്മ bn എന്ന് പറഞ്ഞാൽ സിഗ്മ 1/n ആണ്. സിഗ്മ 1/n നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അയാൾ എന്താണ്? ഡൈവേർജൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ സീക്വൻസ്, അതായത് ഡബിൾ സീക്വൻസ് m to ഇൻഫിനിറ്റി അതുപോലെ n to ഇൻഫിനിറ്റി 1/m+n² എന്താണ്? ഡൈവേർജൻ്റ് ആണ്. ഓക്കെ. സോ നമ്മളെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്.